നമസ്കാരം. മലയാള സിനിമ ഉയർച്ച താഴ്ചകളിലൂടെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ജൈത്രയാത്ര തുടരുകയാണ്. സിനിമ ഇന്ന് എല്ലാ തലങ്ങളിലും വളരെ ദൂരം സഞ്ചരിച്ചിട്ടുമുണ്ട്. മലയാള സിനിമയിലെ ചില വമ്പൻ മാറ്റങ്ങളെക്കുറിച്ച് സംവിധായകൻ വിജി തമ്പി ചില കാര്യങ്ങൾ പറഞ്ഞത് ഈ അടുത്ത് ഏറെ ശ്രദ്ധേയമായിരുന്നു. 7 ദിവസം ഉറങ്ങാതെ ഷൂട്ട് ചെയ്ത ഒരു ജയറാം സിനിമയെ മുൻനിർത്തി വ്യക്തമായ നിരീക്ഷണങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. ഇന്ന് സിനിമ വളരെ എളുപ്പമാണ് എന്നതാണ് വിജി തമ്പി പറഞ്ഞ ആദ്യത്തെ കാര്യം. എല്ലാ തരത്തിലും ഇന്ന് സിനിമ വളരെ ലളിതമാണ്. ടെക്നോളജിയുടെ വികസനത്തിന്റെ വരവോടെ സിനിമയുടെ മുഖം തന്നെ മാറിക്കഴിഞ്ഞു. പഴയ കാലത്ത് ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ചെയ്തു തീർക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധം പോലെയായിരുന്നു പണ്ട് സിനിമ ഷൂട്ടിംഗ്. 7 ദിവസം ഉറങ്ങാതെ ഇരുന്ന് കാലാൾപ്പട എന്ന ചിത്രം ഷൂട്ട് ചെയ്തതിനെ മുൻനിർത്തിയായിരുന്നു അദ്ദേഹം പല കാര്യങ്ങളും വിശദീകരിച്ചത്. 90കളിലെ സിനിമയും പുതിയ കാലത്തെ സിനിമയും തമ്മിൽ വലിയ അന്തരമുണ്ട്. കാലാൾപ്പടയുടെ ക്ലൈമാക്സ് തിരുവനന്തപുരത്ത് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലാണ് സെറ്റിട്ടിരുന്നത്. അനുവദിച്ച സമയത്തിൽ കൂടുതൽ ദിവസം അത് ഷൂട്ട് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ 7 ദിവസം മുഴുവൻ സമയവും ഷൂട്ടിംഗ് നടന്നു. ഷൂട്ട് ചെയ്തു തീർക്കാൻ സന്തോഷ് ശിവനും അതുപോലെ തന്നെ KG ജയനും അടങ്ങുന്ന 2 ക്യാമറാമാൻമാരായിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെ 7 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങിയാൽ പിറ്റേ ദിവസം 6 മണി വരെ അത് തുടരുമെന്നതാണ് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. വളരെ സമാധാനത്തോടെ സിനിമ ചെയ്യാം. അതാണ് പ്രധാനപ്പെട്ട ഗുണം. വിജി തമ്പിയുടെ ഈ വീക്ഷണം വളരെ ശരിയാണ്. കാരണം ഇന്ന് സിനിമ പ്രതീക്ഷിച്ചതിലും വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. നമുക്കറിയാം, 2010 തുടക്കത്തിലാണ് ന്യൂ ജനറേഷൻ സിനിമകൾ തലപൊക്കുന്നത്. പുതിയതും അസാധാരണവുമായ പ്രമേയങ്ങളും പുതിയ ആഖ്യാന രീതികളും കൊണ്ടായിരുന്നു ആ തരംഗം. പുതിയ തരംഗത്തിന്റെ സിനിമകൾ കഴിഞ്ഞ 2 ദശാബ്ദങ്ങളിലെ പരമ്പരാഗത തീമുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. കൂടാതെ നിരവധി പുതിയ പ്രവണതകളും സാങ്കേതികതകളും മലയാള ചലച്ചിത്ര വ്യവസായത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്തു. ന്യൂ ജനറേഷൻ ഫോർമാറ്റുകളും ശൈലികളും ആഗോള പ്രവണതകളാൽ ആഴത്തിൽ സ്വാധീനിക്കപ്പെടുമ്പോൾ അവരുടെ പ്രമേയങ്ങൾ മലയാളിയുടെ ജീവിതത്തിലും മാനസികാവസ്ഥയിലും ഉറച്ചു നിൽക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. മലയാള സിനിമയിൽ ചലച്ചിത്ര നിർമ്മാണത്തിന്റെ ഒരു പുതിയ യുഗം കൊണ്ടുവന്നതിന്റെ ബഹുമതി സംവിധായകൻ അമൽ നീരദിനാണ്. അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം ബിഗ് ബി, വരത്തൻ തുടങ്ങിയ സിനിമകളെല്ലാം മലയാളി പ്രേക്ഷകർക്ക് ഒരു പുത്തൻ സിനിമാ അനുഭവം തന്നെയാണ് പരിചയപ്പെടുത്തിയത്. മലയാള സിനിമകളിലെ പൊതുപ്രവണതയിൽ നിന്ന് വ്യത്യസ്തമായി മിക്ക പുതുമുഖ സംവിധായകരും ചെറുപ്പക്കാരായ സംവിധായകർ പുതിയ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. അതൊരു വലിയ യാഥാർത്ഥ്യമായിരുന്നു. സംവിധായകൻ ആഷിഖ് അബു നിരവധി പുതിയ തരംഗ ചിത്രങ്ങളെയും സാങ്കേതിക വിദഗ്ധരെയും പരിചയപ്പെടുത്തി. സിനിമയിലെ നവതരംഗത്തിൽ കയ്യൊപ്പ് ചാർത്താൻ അത് അഭിനേതാക്കളെയും സഹായിച്ചു എന്ന് വേണം പറയാൻ. നടനും എഴുത്തുകാരനുമായ അനൂപ് മേനോൻ ന്യൂ ജനറേഷൻ തരംഗത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഏട് തന്നെയായിരുന്നു. ഒരു പ്രധാന വ്യക്തിത്വം തന്നെയായിരുന്നു. പുതിയ അഭിനേതാക്കളുടെ വരവ്, വ്യത്യസ്തമായ കഥാസന്ദേശങ്ങൾ എന്നിവയും പുതുതരംഗത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. പുതിയ സംവിധായകരുടെ ഫോർമാറ്റുകളും രീതികളും ആഗോള പ്രവണതകളാൽ സ്വാധീനിക്കപ്പെട്ടപ്പോൾ തന്നെ അവരുടെ പ്രമേയങ്ങൾ മലയാളിയെ വലിയ രീതിയിൽ സ്വാധീനിച്ചു. കൂടാതെ സിനിമയിലെ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യവസായത്തിന്റെ മാറ്റത്തിന്റെ പ്രക്രിയയ്ക്ക് വേഗത കൂട്ടി. കൂടുതൽ നൂതനമായ സാങ്കേതിക വിദ്യകളും രീതികളും ഇന്ന് പരീക്ഷിക്കപ്പെടുന്നു. പുതിയ ആശയങ്ങൾ പരീക്ഷിക്കാൻ വ്യവസായം കൂടുതൽ തുറന്നിട്ടിരിക്കുന്നു എന്നതും അടിവരയിടണം. എന്തായാലും സിനിമയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോഴുള്ളത്. പണ്ട് വലിയ രീതിയിലുള്ള പരിമിതികൾ സിനിമയ്ക്ക് മുന്നിലുണ്ടായിരുന്നു. ഇന്ന് എന്തും എപ്പോൾ വേണമെങ്കിലും സാധ്യമാണ്. പക്ഷേ അതിനിടയിലും ചില ഭീകര ദുരന്തങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇന്നത്തെ പല വമ്പൻ ബജറ്റ് ചിത്രങ്ങളും ഒറ്റ ദിവസത്തെ റിവ്യൂ ബോംബിങ്ങിലൂടെ കീറി മുറിക്കപ്പെടുന്നുണ്ട്. ആദ്യ ദിവസം ചലച്ചിത്ര നിരൂപണം നടത്തുന്നവർ പ്രതിഭാശൂന്യരാണെന്നാണ് കഴിഞ്ഞ ദിവസം നടൻ ജോയ് മാത്യു തുറന്നടിച്ചത്. അതിനു പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. സിനിമയിൽ അവസരം ലഭിക്കാത്തതിന്റെ നിരാശയിൽ നിരൂപകരായ കുറേയേറെ പൊട്ടന്മാരെ താൻ കണ്ടിട്ടുണ്ടെന്ന് ജോയ് മാത്യു പറഞ്ഞിരുന്നു. ഒരു സിനിമ ഉണ്ടാക്കിയെടുക്കുന്നതിലെ കഠിനാധ്വാനം മനസ്സിലാക്കാത്തവരാണ് ഇത്തരത്തിൽ സിനിമയെ കീറിമുറിക്കുന്നത്, നശിപ്പിക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. സിനിമാ നിരൂപകർ അതിരുകടക്കുന്നു എന്ന തരത്തിലാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചത്. സിനിമാ റിവ്യൂ എന്നത് പഠിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അധ്യാപകർ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ അതിനെപ്പറ്റി കൃത്യമായ ഒരു വിശകലനവും ഒരു പഠനവും ഒക്കെ നടത്തിയിട്ടുണ്ടാകും. അതേപോലെ തന്നെയാണ് സിനിമയും. സിനിമയിൽ അവസരം കിട്ടാതെ വരുമ്പോഴാണ് ചിലർ സിനിമാ നിരൂപകരാകുന്നത്. ഇവരൊക്കെ കയ്യിൽ കിട്ടിയാൽ 2 എണ്ണം കൊടുക്കുമെന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ അത് ചെയ്യാൻ കഴിയില്ലല്ലോ എന്നൊരു നിരാശയും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും പ്രതിഭാശൂന്യരാണ് ആദ്യത്തെ ദിവസം തന്നെ ചലച്ചിത്ര നിരൂപണം നടത്തുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സിനിമയുടെ ചരിത്രം, സിനിമ സമൂഹത്തിലുണ്ടാക്കുന്ന സ്വാധീനം, അതിന്റെ മൂല്യം, സിനിമയിൽ ഓരോ ആളുകളും ചെയ്യുന്ന കഠിനാധ്വാനം, ഇതൊക്കെ വളരെ പ്രാധാന്യമർഹിക്കുന്ന വസ്തുതകളാണ്. ആത്യന്തികമായി പഴയ കാലമെന്നോ പുതിയ കാലമെന്നോ ഇല്ലാതെ സിനിമ ഒരു സമ്പൂർണ്ണ കലയാണ് എന്ന വസ്തുത മനസ്സിലാക്കിയാൽ തീരാവുന്ന കുഴപ്പങ്ങളെ ഇപ്പോഴുള്ളൂ എന്നതാണ് പറയേണ്ടത്.